അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ ആക്കാന്ന്. കുറേ ദിവസമായിട്ട് നമ്മളെ കമന്റ് ബോക്സ് നിറഞ്ഞു നിന്നൊരു ഒരു കളർ ഇനി ബ്ലാക്ക്. എന്നും ചെയ്യാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർ ഞാൻ നല്ലോണം പറ്റിച്ചിക്കണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ ഒരു കമന്റും ഇടാറില്ല തോന്നണേ. ഇനി എന്തായാലും അധികം നീട്ടി കൊണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ബ്ലാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ, എന്ന് നമ്മള് റൗണ്ടിലല്ലേ ചെയ്യല്. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ചതുരം ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കുകയാണെങ്കിൽ ഷേപ്പ് ചതുരത്തൊന്നും വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുന്നുള്ളതിനെ കൊണ്ടേ ആദ്യം തന്നെ ഒരു ബുക്കിൽ ചെറിയ പോലെ അങ്ങോട്ട് വരച്ചെടുത്ത്. പിന്നെയൊക്കെ പഴയ പോലെ തന്നെ OHP ഷീറ്റ് എടുക്കുക, കുറച്ച് ഗം അടിച്ചു കൊടുക്കുക. ഇന്നിവിടെ കുന്തൻ സ്റ്റോൺ അല്ല എടുത്തത്, നമ്മൾ ഷുഗർ ബീഡ്സ് ആണ്. ഓരോ ബീഡ് തൊട്ടിക്കാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നാളെയും മറ്റന്നാളും കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ കമ്മലുണ്ടാക്കി കഴിയൂല. അപ്പൊ ഉണ്ടല്ലോ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ആണ് ഇതേപോലെ നൂല് കോർത്തെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ നൂല് മൊത്തമായിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. പിന്നെ അതിന്റെ ഒരു സേഫ്റ്റിക്ക് ഞാൻ നൂല് മൊത്തമായിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കണില്ല, കുറച്ച് ലെങ്ത് വെച്ചിട്ട് അതിങ്ങോട്ട് വെട്ടിയെടുത്ത് ഇത് ഇങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം പകുതി പണി ഇവിടെ കഴിഞ്ഞ. ഇത് ഇങ്ങോട്ട് കോർത്തെടുക്കലും ഒട്ടിച്ചെടുക്കലും ഇതിൽ ഏറ്റവും വലിയ പണി. പിന്നെ ഒട്ടിക്കുമ്പോൾ കുറച്ച് വൃത്തിക്കും എനിക്കൊക്കെ ഒട്ടിച്ചോളിട്ട. പിന്നെ അവസാനം കാക്ക എന്തോ പരത്തിട്ടാരിയായിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊക്കെ നിങ്ങളോട് പറയണ്ടെങ്കിലും ഞാൻ അത്ര വൃത്തിക്കും എനിക്കൊന്നല്ല ഒട്ടിച്ചെന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒത്തിരി വൃത്തി ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. ഇതിന്റെ അരുമൂലയെ കാണുമ്പോൾ ഇത് എലി കരണ്ടച്ചാരി തോന്നല്ലേ എക്കും തോന്നിയിരിക്കണേ. പിന്നെ ഉണ്ടല്ലോ അതൊന്നും കാര്യമാക്കണ്ട, അതുപോലെ സ്റ്റോൺ അങ്ങോട്ട് ഒട്ടിക്കുമ്പോഴേ അതൊക്കെ റെഡി ആയിക്കോളൂ. ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയണ്ടേ. നമ്മളുണ്ടല്ലോ അതിന്റെ മെറ്റീരിയലിന്റെ കിറ്റ് കൊടുക്കണുണ്ടല്ലോ, കൊടുക്കാറിനിക്കാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ കൊടുക്കണമെന്ന്. വെറുതെ അല്ല കേട്ടോ, പൈസക്ക്. അപ്പൊ കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ അതിലൂടെ പറയാം. പിന്നെ നമ്മളെടുത്തുനിന്ന് കമ്മലിന്റെ കിറ്റ് വാങ്ങിച്ചിട്ട് അവർ കമ്മൽ ഉണ്ടാക്കിയതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസം കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയത് കാണാനായിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ കമ്മൽ ഉണ്ടാക്കുന്നു. കുറച്ച് പേർക്കാണെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നു. ഇതൊന്നും നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടുക, അത്ര തന്നെ ഉള്ളേന് എനിക്ക്. പക്ഷേ ഇതിപ്പോൾ ഒരു കുഞ്ഞ് ബിസിനസ്സായിട്ട് എനിക്ക് ചെറിയ രീതിയിലാണെങ്കിൽ ഒരു വരുമാനം കിട്ടിയത് ഈ ഒരു കുഞ്ഞ് ചാനലും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെപ്പോലെ കുറേ പേരുള്ളതുമാണ് ഇതിൻ്റെ പിന്നിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ പറയുന്ന കളേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരു ദിവസം ഒരു കമ്മലൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയണുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്ന കളേഴ്സ് എനിക്ക് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കിട്ടോ. അതിന് എനിക്ക് ജാടയാണ്, എന്നോട് മിണ്ടൂല, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവും അങ്ങനെയൊന്നും പറയരുതേ. പിന്നെ കുറേ പേര് ചോദിക്കേണ്ട വീഡിയോൻ്റെ ഇടയ്ക്ക് അവരെ പേര് പറയുമോന്ന്. അതുണ്ടല്ലോ ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരാളെ പേര് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നാളെ ഇന്നിപ്പോൾ ചിലപ്പോൾ ഒരാളെ കമൻറ്റ് ഇട്ടിട്ടുണ്ടാവുള്ളൂ പേര് ചോദിക്കുക വെച്ചിട്ട്. അപ്പോൾ ഈ പേര് പറഞ്ഞ് കണ്ടിട്ട് നാളെ ചിലപ്പോൾ 2-3 ആൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതും നമുക്ക് പേര് പറയാം. 1 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇടയ്ക്ക് കയറിയിട്ട് നമുക്ക് പേര് പറയാമല്ലോ. പക്ഷെ ഉണ്ടല്ലോ കുറേ പേര് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ പേര് പറയാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ പിന്നെ ഓർക്കും വിഷമാവും. പിന്നെ ഓരെന്തെങ്കിലും കമൻറ്റ് ഇടുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കും വിഷമം. കുറച്ച് കാലം മുമ്പ് നെയിം മീറ്റിംഗ് ചലഞ്ച് പറഞ്ഞിട്ട് ഒരു സംഭവം ഇല്ലായിരുന്നോ, അത് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ആരെങ്കിലും ഒരു പേര് കമൻറ്റ് ഇട്ടാൽ മതിയായിരുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ഇടാൻ തുടങ്ങി എല്ലാവരുടെ പേരും ചെയ്യുമെന്ന്. അപ്പോൾ എനിക്കുണ്ടല്ലോ കുറേ കമൻറ്റുകൾ വരുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ കഴിയൂലല്ലോ. എന്നപ്പോൾ അത് ഞാനായിട്ട് എന്നെ നിർത്തി. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന മക്കളോട് എന്താ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പേര് കമൻറ്റ് ഇട്ടോളി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, കമൻറ്റിൽ ഞങ്ങൾക്ക് റിപ്ലൈ തരാം. അതാകുമ്പോൾ എനിക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് റിപ്ലൈ തരാമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളെങ്കിലും വിചാരിക്കേണ്ട വലിയ ആളായിട്ടല്ല കേട്ടോ. ഒരാളാണെങ്കിലും പേര് പറയുമോ വെച്ചിട്ട് കമൻറ്റ് ഇടുമ്പോഴേ ഓർക്ക് നമ്മൾ അത്ര ഇഷ്ടമുള്ളതിനെ കൊണ്ടല്ലേ ഒരു പേര് പറയുമോ ചേച്ചിയെന്ന് ചോദിക്കണത്. അപ്പോൾ അതിനെക്കൊണ്ട് പറഞ്ഞതാട്ടോ, അല്ലാണ്ട് ഞാൻ വലിയ ആളായിട്ടൊന്നല്ലേ. ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു കൂട്ടിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിണോ? മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ കമ്മൽ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. കാര്യമായിട്ടൊന്നുമില്ല, ബീഡ്സ് ഒട്ടിക്കലാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതൊന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തിക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. കമ്മലിൻ്റെ മൊത്തം പണികൾ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നിലായിട്ട് ബാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റെഡും ആ കമ്മലിൻ്റെ സംഭവം ഇല്ലേ അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തോന്നിയപ്പോഴേ ഞാൻ വിചാരിച്ചു ചെറിയൊരു ഹാങ്ങിങ്സും കൂടെ കൊടുക്കാമെന്ന്. അതിനായിട്ട് എൻ്റെ കയ്യിൽ കറുപ്പ് മുത്തുകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ അതിനൊന്ന് ചെറിയൊരു ഹാങ്ങിങ്സ് ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ ഈ ഉണ്ടാക്കണ കമ്പിക്ക് എന്താ പറയാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരാണ് ഫ്യൂസ് വയർ. ഈ ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കണതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതിയേ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള മൊത്തം ബീഡ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു കുങ്കുരു ഇട്ട് കൊടുക്കുക, അതിന് ശേഷം നമ്മൾ ഹാങ്ങിങ് ബീഡ് ഇട്ടെടുത്തിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ കുറേ നാളായിട്ട് നമ്മളെ കമൻറ്റ് ബോക്സ് നിറഞ്ഞ് ഇങ്ങനെ കളറായിട്ടുള്ള ബ്ലാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര പണിയുള്ളൂട്ട് ഉണ്ടാക്കാനായിട്ട്. ഇത് നേരത്തെ ഫിറ്റ് ചെയ്തില്ലേനിയോ? അതാ ഒന്നുകൂടെ ചെയ്യണ്ടിട്ട്. അത് നേരത്തെ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മളെ സ്റ്റെഡ് ടൈമിൽ കുടുക്കി കൊടുക്കേണ്ട കാര്യം ഇപ്പോഴാട്ടോ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ?
അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.